ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ ഞാനിന്ന് ഒരു സാധനം ഉണ്ടാക്കാൻ പോകാം കേട്ടോ. ഇന്ന് രാവിലെ കാപ്പി ഇല്ലാത്തതുകൊണ്ട് ചോറായിരുന്നു കഴിച്ചത്. പിന്നെ വീണ്ടും ഉച്ചയ്ക്കും ചോറ്. അപ്പോൾ വൈകുന്നേരം ഞാൻ വിചാരിച്ച എന്തെങ്കിലും ഗോതമ്പിൽ പിടിക്കാമെന്ന് കേട്ടോ. എപ്പോഴും നമ്മൾ അരിയാഹാരം മാത്രം കഴിച്ചാൽ ശരിയാകത്തില്ലല്ലോ. അപ്പോൾ ഞാൻ ചിരവയൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കട്ടെ. കുറച്ച് തേങ്ങയുടെ ആവശ്യമുണ്ട്, അതുകൊണ്ടാണ്. അപ്പം വീഡിയോ എടുക്കുമ്പം എന്താ വെച്ചാൽ കുറച്ച് മിസ്റ്റേക്കൊക്കെ കാണും, കാരണം എനിക്ക് ക്യാമറ പിടിച്ച് തരാൻ ആരുമില്ല കേട്ടോ. പകുതിയൊന്നും കാണാൻ പറ്റില്ല. അപ്പം വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ വീഡിയോസ് ഇടുന്നുള്ളൂ കേട്ടോ. സമയമൊന്നുമില്ല, അതുപോലെ കണ്ടൻറ്റ് ഒന്നുമില്ല. എന്ത് ഇടണമെന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഇത് തന്നെ ഞാൻ എപ്പോഴും ഷോർട്ട് വീഡിയോസ് ഇടുന്നത്, ലോങ് വീഡിയോസ് ഇല്ല. വാച്ചവേഴ്സൊക്കെ കുറവാണ്. പിന്നെ അതുപോലെ നമ്മുടെ ചാനലൊന്നും റീച്ചായി തുടങ്ങിയിട്ടുമില്ല. അപ്പോൾ സബ്സ്ക്രൈബേഴ്സൊക്കെ എല്ലാം കുറവാണ്. അപ്പോൾ പരമാവധി എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ നോക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിരുന്നോണ്ട് തേങ്ങ ഉണ്ടോ നല്ല കുഞ്ഞായിട്ട് വരെയൊക്കെ ഒന്ന് ചിരണ്ടി എടുക്കട്ടെ. അപ്പോൾ നമ്മൾ കുറച്ച് ഗോതമ്പ് മാവ് എടുക്കുന്നുണ്ട്. എനിക്ക് മാത്രം മതി, അമ്മ കഴിക്കുമെന്ന് എനിക്ക് അറിയത്തില്ല. കാരണം ഇവിടെ ഉണ്ടാക്കുന്ന രീതി നമ്മുടെ തിരുവനന്തപുരത്ത് ഉണ്ടാക്കുന്ന രീതി രണ്ട് രീതിയാണ് കേട്ടോ. അപ്പം അമ്മയ്ക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടണമെന്ന് വരത്തില്ല. അപ്പം എന്താണെന്ന് ഉണ്ടാക്കുന്നതെന്ന് ഇതുവരെയ്ക്ക് പറഞ്ഞില്ലല്ലേ. അപ്പം നമ്മൾ ഉണ്ടാക്കുന്ന ഒരട്ടിയാണ് കേട്ടോ. ഒരട്ടിയാണ് ഉണ്ടാക്കുന്നത്. ഇവിടെ ഉണ്ടാക്കുന്നത് നന്നായിട്ട് മാവ് ചെറുതായിട്ടൊന്നും നല്ല ലൂസാക്കി എടുത്തിട്ടാണ് അവർ ഒരട്ടി ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പം ഞങ്ങളവിടെ ഉണ്ടാക്കുന്നത് ചപ്പാത്തിക്ക് കുഴക്കും കണക്കാണ് കേട്ടോ. അത് തിരുവനന്തപുരം സ്റ്റൈലിൽ ഒരട്ടി ഉണ്ടാക്കുന്നതാണ്. ഓരോ നാട്ടിലും ഓരോ സ്റ്റൈലല്ലേ. അപ്പം ഞങ്ങളുടെ നാട്ടിൽ അങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഇന്ന് എന്തായാലും കഴിക്കാൻ വേണ്ടി അതെടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് കണ്ടോ നല്ല തരിയായിട്ട് ചിരട്ടി വെച്ചിരിക്കുന്ന തേങ്ങ, അതും കൂടി ഇതിലിട്ടൊന്ന് ഇട്ട് കൊടുക്കട്ടെ. പിന്നെ വീഡിയോസിനൊക്കെ ലെന്ത് കൂടുന്നുണ്ട്, പക്ഷേ എല്ലാവരും കാണാൻ നോക്കുക. ജസ്റ്റ് എൻ്റർടൈൻമെൻ്റ് ആയിട്ട് നമ്മൾ വീട്ടിൽ ഓരോ ദിവസമല്ലേ കാണിക്കുന്ന, ഡേ ഇൻ മൈ ലൈഫ് അല്ലേ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കുന്നുണ്ട്. ഇതൊന്ന് ഇളക്കി എടുക്കട്ടെ. പിന്നെ ഫോൺ പിടിക്കാനും എനിക്ക് ഒരു ഇതും കിട്ടുന്നില്ല. ഒന്നാമത്തെ കാര്യം ഇത്ര മതി, എനിക്ക് മാത്രം മതി. പിന്നെ ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഞങ്ങളുടെ ഗ്യാസ് തീർന്നു പോയിട്ടുണ്ട്. അപ്പം ഇവിടെ വെച്ച് തന്നെ പരത്തിക്കൊണ്ട് പോയിട്ട് അടുപ്പിലാണ് ചൂടാൻ വേണ്ടി. വെളിയിലാണ് കേട്ടോ ഞങ്ങളുടെ അടുപ്പുള്ളത്. കുറച്ച് വെള്ളം എടുക്കാമേ. അപ്പം കുറച്ച് വെള്ളം, നമ്മുടെ ആവശ്യത്തിനധികം വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഒന്ന് ഇളക്കിയെടുക്കണം. മാവ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഇനി ഇത് രണ്ടായിട്ട് മുറിച്ചെടുക്കാം കേട്ടോ. എന്ന് വെച്ചാൽ രണ്ടെണ്ണം ഉണ്ടാക്കണം. ഇനി നമ്മളങ്ങനെ കയ്യിലിങ്ങനെ പരത്തി എടുക്കും. കയ്യിലാണ് കേട്ടോ പരത്തുന്നത്. ചപ്പാത്തി പഴമായിട്ട് പരത്തേണ്ട ആവശ്യമില്ല, നമുക്ക് കുറച്ച് കട്ടിയും കൂടെ വേണ്ടേ. അപ്പം ഇങ്ങനെ പരത്തി കാണിച്ചു തരാം കേട്ടോ. താത്ത് വെച്ചാണ് കേട്ടോ പരത്തുന്നത്. ഞാനതൊന്ന് പരത്തി എടുത്തോട്ടെ, എന്നിട്ട് ഫൈനലി കാണിച്ചു തരാം. ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. ഇത് ഇത്രയുണ്ട്. പിന്നെ എൻ്റെ അമ്മയൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കാം കേട്ടോ. അവരും ഉണ്ടാക്കുന്ന നല്ല അടിപൊളിയായിട്ട് സോഫ്റ്റായിട്ട് പരന്ന് വരും കേട്ടോ. ഇത് ഞാൻ ഉണ്ടാക്കിയിട്ടു അങ്ങോട്ട് വരുന്നില്ല. അതിനിടയ്ക്ക് അമ്മ വന്നിട്ടുണ്ടായിരുന്നു, ഉണ്ടാക്കി അത് പരത്തി കഴിഞ്ഞു വന്നു. കാരണം അമ്മയാണ് തീയത്ത് ചേരുന്നത് കേട്ടോ. അപ്പം മഴയും കൂടെ ആണിപ്പം. അപ്പം അമ്മ വന്ന് തീയത്ത് ചേരാമെന്ന് പറഞ്ഞപ്പം എനിക്ക് ആ തീയത്തിക്കുന്നതിന് കുറച്ച് മോചനം കിട്ടി. പക്ഷെ ഞാനും പെട്ടെന്ന് കത്തിക്കും കേട്ടോ. പക്ഷെ അമ്മ പെട്ടെന്ന് കത്തിച്ചെടുക്കും കേട്ടോ. അമ്മ എന്തായാലും ഇത് കഴിക്കാൻ വഴിയില്ല, കാരണം അമ്മയ്ക്ക് നല്ല സ്വാദായിട്ടിരിക്കണം. അമ്മ ഉണ്ടാക്കുന്ന വേറെ രീതിയാണ്, ഞാൻ ഉണ്ടാക്കുന്ന രീതിയും വേറെ. അതുകൊണ്ട് അമ്മ കഴിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞങ്ങളുടെ വീട്ടിൽ അമ്മ ഉണ്ടാക്കുമ്പോൾ നല്ല റൗണ്ട് ഷേപ്പിനാണ് കേട്ടോ വരുന്നത്. ഇത് ഞാനുണ്ടാക്കിയിട്ട് വേറെ ഏതൊക്കെയോ ഷേപ്പായിട്ട് വരുന്നുണ്ട്. ഇത് നമ്മുടെ തേങ്ങ ചിരണ്ടിയ പാത്രമാണ്. ഇതൊന്ന് കമത്തി അടച്ചേക്കാം. ദെൻ നമുക്ക് വെളിയിലോട്ട് പോകാം കേട്ടോ. അവിടെയാണ് നമ്മൾ കുക്ക് ചെയ്ത് അവിടെ നിന്ന് കഞ്ഞി വയ്ക്കുന്നത് കേട്ടോ. അപ്പം വെളിയിലത്തെ അടുപ്പിലോട്ട് പോകാമേ. അപ്പം തവി എടുക്കാൻ മറന്നുപോയി. ഞാനത് തവി എടുത്തിട്ട് വരട്ടെ. തവിയല്ല, സത്യം പറഞ്ഞാൽ ചട്ടകമാണ് വേണ്ടത്. എനിക്ക് മാറിപ്പോയതാണ് കേട്ടോ. കണ്ടു ഗൈസ്, അവിടെ വീട് പണിക്കുള്ള അവസ്ഥയിൽ പുതിയ വീട് വയ്ക്കാൻ പോകാൻ കേട്ടോ. അപ്പോൾ നമ്മുടെ തീ എന്തെന്നില്ലാതെ ആളി കത്തുന്നുണ്ട്. ഗ്യാസ് തീർന്നു പോയി, ഇന്നലെ ഗ്യാസ് തീർന്നു പോയി. അപ്പം നമുക്കിനി അത് ബുക്ക് ചെയ്യാനും പറ്റില്ല. ഇനിയിപ്പം എല്ലാവരും പറയുന്ന ഒരു 2 മാസമൊക്കെ കഴിഞ്ഞിട്ടേ കിട്ടത്തുള്ളൂ എന്ന്. അതുകൊണ്ട് ഇനി 2 മാസം വരെ നമ്മൾ പ്ലാന്റേഷനിൽ ഇറങ്ങി കയറി നടക്കണം, കാരണം വിറകില്ലാത്തതുകൊണ്ട്. ഇത് നമ്മുടെ കുക്കിംഗ് സ്ഥലമാണ് കേട്ടോ. കഞ്ഞി വയ്ക്കുന്ന ഇവിടെ മാത്രം, ബാക്കിയെല്ലാം നമ്മുടെ അടുക്കളയിൽ, അകത്തെ അടുക്കളയിലായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. തൊട്ട് ഇവിടെ നമ്മുടെ സ്ഥിരം സ്ഥലമാവും. സന്ധ്യ ഏകദേശം 6:30 ആവാറായി കേട്ടോ. പിന്നെ കണ്ടോ നല്ല മഴ വരുന്നുണ്ട്. പറഞ്ഞാൽ ഇത് കൂടെ നമ്മൾ റെഡിയാക്കി എടുക്കണം കേട്ടോ. ഇത്തിവിടെ പരത്തി എടുക്കണം. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ആ കല്ലിലോട്ട് ഇട്ടിട്ട് കൈ കൊണ്ട് ഇങ്ങനെ പരത്തണം. പക്ഷേ
എനിക്ക് പറ്റത്തില്ല, കാരണം അത്രയ്ക്കും തീ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുക. ചിലപ്പോൾ കൈ പൊള്ളാനുള്ള സാധ്യത കൂടുതലാണ്. എന്നാലും ഞാൻ വിട്ടു കൊടുത്തില്ല കേട്ടോ, ഇങ്ങനെ പരത്തി കൊടുത്തു, പക്ഷേ നടക്കുന്നില്ല. പിന്നെ ഇങ്ങനെ ചുറ്റുഭാഗത്തും എണ്ണ ഇങ്ങനെ വരുന്നതെന്ന് വെച്ചാൽ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഞങ്ങൾ യൂസ് ചെയ്യുന്നത്. അത് എന്നോട്ട് യൂസ് ചെയ്യാൻ തുടങ്ങിയ എല്ലാ പാത്രത്തിലും ഒരുമാതിരി ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. എത്ര സോപ്പിട്ട് ഒഴിവില്ല അതങ്ങ് പോകുന്നില്ല. അപ്പം സാഹസികമായിട്ടുള്ള രീതിയിലാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. ഭയങ്കര ചൂട് കേട്ടോ അമ്മേ, അല്ലെങ്കിൽ ഇവിടെ ഭയങ്കര ചൂടാണ് കേട്ടോ. കയ്യിൽ നിന്നിട്ട് കുത്താനൊന്നും പറ്റത്തില്ല ഇതിലും. ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്യാം കേട്ടോ. ഫോണും പിടിക്കണം, ഇത് പരത്തേം വേണം, തിന്നേം വേണമെന്നൊക്കെ വെച്ചാലേ എല്ലാം കൂടെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ക്യാമറാമാൻ ആരുമില്ല, ഒറ്റയ്ക്ക് തന്നെ എല്ലാം ചെയ്യണം. അമ്മയുടെ അടുത്തായിട്ട് ചോദിച്ചുകൊണ്ട് ചെന്ന് അമ്മ എന്നെ ഓട്ടിക്കും. എന്നിട്ട് ഇന്ന് എന്നെ പറയാം, നീ എപ്പോഴും ഇങ്ങനെയുള്ള കഴിക്കുന്നതും തിന്നുന്നതും മാത്രം ഇടാതെ വെറൈറ്റി വീഡിയോസ് ഇടാൻ നോക്കുന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ അടുപ്പ് എത്തിക്കാൻ വേണ്ടി വന്നപ്പം കേട്ടോ. അമ്മയാണ് എനിക്ക് അടുപ്പൊക്കെ കത്തിച്ച് തന്നത്. അതൊന്നും എനിക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല, കാരണം റെക്കോർഡ് ചെയ്ത് ചിലപ്പോൾ എനിക്ക് തലമണ്ട അടിച്ച് പൊട്ടിക്കുമ്പോൾ, അതുകൊണ്ട് ഞാൻ അതൊന്ന് വിട്ടിട്ടുണ്ട്. അപ്പം ഇതൊന്ന് വെന്ത് വരട്ടെ. ഒരു വശം എന്തായാലും വെന്ത് വരാനുള്ള സാധ്യത കൂടുതലാണത്. ഇതിൽ നമ്മൾ എണ്ണയൊന്നും പരട്ടി കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. കണ്ടോ, തിരുവനന്തപുരംകാരുടെ റൊട്ടി ഇവിടെ വേറെ രീതിയിലാണ്. അമ്മ എന്നോട് ചോദിക്കുക എണ്ണയൊന്നും തേക്കുന്നില്ല. ഞാൻ എണ്ണയൊന്നും വേണ്ടമ്മേ, ഇതിൽ തന്നെ ഇതിൻ്റെ പാനിൽ തന്നെ ചൂടായി ഇങ്ങനെ വന്നോളൂ. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമാണോ ഇതുപോലെ ഗോതമ്പ് ഉരുട്ടി? എനിക്ക് ഗോതമ്പ് ഉരുട്ടിയാണ് കേട്ടോ ഏറ്റവും ഇഷ്ടം. പിന്നെ അരിമാവിലും ഉരുട്ടി ഉണ്ടാക്കാം കേട്ടോ. അരിമാവിലുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്, ചൂടുവെള്ളമൊക്കെ അനത്തി കുഴച്ചൊക്കെ എടുക്കണം. ഇതാകുമ്പം വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. നമുക്ക് പച്ചമാവ് നമ്മൾ ഇവിടെ അമ്മയൊക്കെ പുട്ടുണ്ടാക്കുമ്പോൾ വറുത്താണ് കേട്ടോ പുട്ടുണ്ടാക്കുന്നത്. പത്തനംതിട്ടക്കാർ പൊതുവെ എല്ലാം നേരെ ഓപ്പോസിറ്റാണ്. ഞങ്ങൾ അങ്ങനെയൊന്നുമല്ല, ഞങ്ങൾ പച്ചമാവിലും നല്ല അടിപൊളിയായിട്ട് പുട്ടിന് മാവ് കുഴച്ചെടുക്കും. അപ്പം അമ്മ എന്നോട് എപ്പോഴും ചോദിക്കും, ഇങ്ങനെ കൊച്ചു പച്ചമാവിൽ ഇങ്ങനെ മാവ് കുഴച്ചെടുക്കുന്നതെന്ന്. അമ്മയൊക്കെ മാവ് ഒന്ന് മൂപ്പിച്ചെടുത്തിട്ടാണ് കുഴക്കുന്നത്. പക്ഷേ എനിക്ക് അങ്ങനെയൊന്നും പറ്റത്തില്ല കേട്ടോ. എനിക്ക് അങ്ങനെ മൂപ്പിച്ചെടുക്കുമ്പോൾ എനിക്ക് അതിൻ്റെ വേറൊരു ടേസ്റ്റാണ് തോന്നുന്നത്. അപ്പം അങ്ങനെയൊന്നുമില്ല. പിന്നെ നമ്മുടെ ഈ പാത്രം കണ്ടിട്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ടത് ഞാൻ തേങ്ങ ചുരണ്ടിയ പാത്രമാണ്, അതിലോട്ട് ഇങ്ങനെ എടുത്തിടാം കേട്ടോ. ഇനി രണ്ടാമത്തെ ഉരട്ടി വെക്കണം, പിന്നെ തിന്നണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോയ്ക്ക് നല്ല ലെന്തുണ്ട്, 7 മിനിറ്റ് ഉണ്ട്. അപ്പം നിങ്ങൾ ആരും കാണുന്നവരെന്തായാലും ഫുള്ളായിട്ട് ഈ വീഡിയോ കാണാൻ പോകുന്നില്ല, അതുകൊണ്ട് ഞാൻ ഇവിടെ കൊണ്ട് സ്റ്റോപ്പ് ചെയ്യണം. എല്ലാവർക്കും ഇന്നത്തെ നല്ലൊരു ഡേയ്സ് ഞാൻ ആശംസിക്കുന്നു. പിന്നെ ഇപ്പം മഴയും ചൂടും ഇതൊക്കെയാണ്. അപ്പോൾ എല്ലാവരും പരമാവധി വീടും പരിസരമൊക്കെ ഒന്ന് നോക്കണം. വീടൊക്കെ നോക്കണം കേട്ടോ. ഞങ്ങളിവിടെ ഇന്ന് ഞാൻ കുറച്ചൊക്കെ കാട് കുറച്ച് കളഞ്ഞു കേട്ടോ. ഇവിടെ ഇഷ്ടംപോലെ കാടുണ്ട്, പറയാൻ പറ്റാത്തത്രയും കാടുണ്ട് കേട്ടോ. നിങ്ങൾ വിചാരിക്കും കണക്ക് നല്ലുണ്ട്. ഇവിടെ കണ്ടു ഇതൊക്കെ കാടാണ്, പക്ഷേ അത് ഞങ്ങളുടെ പെരേടമല്ല, വേറെ ആളുടെ പെരേടമാണ്. ഒന്നാമത്തെ കാര്യം ഞാൻ കുറച്ചൊക്കെ വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ. രാവിലെ എനിക്ക് വൃത്തിയാക്കാനൊക്കെ ഇറങ്ങിയപ്പം വെയിലും കൂടെ അടിച്ചപ്പം ചെറിയൊരു രീതിയിൽ തളച്ചണക്ക് വന്നായിരുന്നു. അപ്പം ഞാൻ കയറി അങ്ങ് പോവുകയും ചെയ്തു കേട്ടോ. പിന്നെ വൈകുന്നേരം ഒരു 6 മണിയൊക്കെ ആയപ്പോൾ നല്ല മഴയുണ്ടായിരുന്നു. ചെറുതായിട്ട് വന്ന്, നല്ല മഴയല്ല, ചെറുതായിട്ട് ഒന്ന് എത്തി നോക്കിയിട്ട് പോയിട്ടുണ്ട്. ഇനി നമ്മുടെ ഇവിടെ മുല്ലേക്ക് നിൽക്കുന്ന അടുത്തൊക്കെ കുറേ കാടുണ്ടായിരുന്നു, അതൊക്കെ ഞാനൊന്ന് വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവരും സേഫായിട്ടിരിക്കണം, വീടും പരിസരമൊക്കെ ഒന്ന് നോക്കണം. റൂമൊക്കെ ഉറങ്ങാൻ നേരത്തെ എല്ലാവരും എന്തായാലും റൂമൊക്കെ ഒന്ന് നോക്കിയിട്ടേ കിടക്കാവും കേട്ടോ. ഇടയ്ക്ക് ഞങ്ങളുടെ വീട്ടിലൊക്കെ ആരെങ്കിലുമൊക്കെ വരാറുണ്ട്, നിങ്ങളുടെ വീട്ടിലും വരാറുണ്ടെന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്, കാരണം എല്ലാവരും ചെക്ക് ചെയ്തിട്ടേ കിടക്കാവും. ഞാനിപ്പം ന്യൂസൊക്കെ കാണുന്നതുകൊണ്ട് ഡെയിലി എൻ്റെ റൂമിൽ എന്തെങ്കിലും കൊണ്ടുവന്ന് നോക്കിയിട്ടേ ഞാൻ കിടക്കത്തുള്ളൂ. അപ്പോൾ എല്ലാവരും ജനലൊക്കെ ഒന്ന് അടച്ചിടാൻ നോക്കണം. അപ്പോൾ എല്ലായിടത്തും ഇത് ഞാൻ പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്നുള്ള കാര്യമാണ്. എന്നാലും ബൈ ബൈ, സീ യു.